സാറേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി. ഫസ്റ്റിലെ ക്ലാസ് കയറിയപ്പോൾ പിറ്റേ ദിവസം ഞാൻ സാറിനോട് പറഞ്ഞു എനിക്ക് മനസ്സിന് നല്ല സന്തോഷമാന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. വളരെ ഹാപ്പിയാണ്. പിന്നെ മുദ്രകൾ ഞാൻ 2 നേരവും ചെയ്യുന്നുണ്ട്. ഷുഗറിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഷുഗറൊക്കെ കുറഞ്ഞു എന്നെങ്കിൽ തന്നെ ഞാൻ മുദ്രകൾ ചെയ്യുന്നുണ്ട്. പ്രഷറിൻ്റെ ഒരു പ്രശ്നം എനിക്കിപ്പോൾ ഇല്ല. പിന്നെ ഈ ചൂടിൻ്റെ ഒരു ശകലം പ്രശ്നമുള്ളൂ. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും സാറിൻ്റെ ക്ലാസ് കയറിയിട്ട് വളരെ സന്തോഷമാണ്. ശരീരം നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരോഗ്യം കിട്ടും. നമുക്ക് എല്ലാം സന്തോഷമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ കയറാതിരിക്കില്ല. എല്ലാവരും കയറുക. മുദ്രകൾ കറക്റ്റായിട്ട് ചെയ്താൽ വേറെ ഒന്നും വേണ്ട. എൻ്റെ അമ്മയ്ക്ക് 86 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് വയറുവേദന എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഈ മുദ്ര പിടിക്കാൻ പറഞ്ഞു, വായുമുദ്ര പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിപ്പിച്ച് ഞാൻ കിടത്തി. അമ്മ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അതൊരു നല്ലൊരു കാര്യമാണ്. അമ്മയോട് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ ശരിക്കും അറിയില്ലെങ്കിലും 2 കൈയിൽ ഞങ്ങൾ പിടിച്ചു കൊടുക്കും. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ അമ്മ കിടന്ന് ശരിക്കും ഉറങ്ങി. അതിന് എന്തൊരു പ്രശ്നം വന്നാലും ബസ്സിൽ പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഛർദ്ദിക്കാൻ വരുവാണെങ്കിൽ പോലും ഞാൻ അപ്പോൾ സാറിൻ്റെ മുദ്ര പിടിക്കും. അതൊരു നല്ല ഇതാണ്. ആരും കാണുമെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പക്ഷെ മുദ്ര പിടിച്ചോണ്ട് ഞാൻ പോകും. അത്ര നല്ലതാണ്. തന്നെയല്ല വളരെ ഹാപ്പിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതായതാണ് ഏറ്റവും നല്ലത്. അതെനിക്ക് വളരെ സന്തോഷമാണ് സാറേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും മുദ്രകൾ ശീലിച്ചാൽ മാത്രം മതി. വളരെ നല്ലതാണ്. സാറിൻ്റെ ക്ലാസ്സിലുള്ള എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഓക്കെ സാറേ, താങ്ക് യു. സൂപ്പർ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച് പ്രതീക്ഷ. കണ്ടോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ നിങ്ങളുടെ പോസിറ്റിവിറ്റി ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും.